ഒരു തെളിവ് വേണ്ടതുണ്ട്, തൻ്റെ മകൻ പോയി എന്നതിന് ഒരു തെളിവ് ലഭിക്കേണ്ടതുണ്ട് എന്നാണ് ആ അമ്മ പറഞ്ഞിരുന്നത്. ജിത്തിൻ്റെ പ്രതികരണമാണ് കണ്ടത്. വീട്ടുകാരെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്നാണ് ജിത്തിൻ പറഞ്ഞത്. അർജുൻ്റെ സഹോദരി ജോലിക്ക് പോയിരിക്കുകയാണ്, അവർ അറിയുന്നേയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഏതായാലും കാത്തിരിപ്പിന് ഒടുവിൽ അവസാനമായിരിക്കുന്നു, ഒരു ഉത്തരമായിരിക്കുന്നു എന്നുള്ളതാണ്. പ്രതീക്ഷകളെല്ലാം നശിച്ചിരുന്നു, പക്ഷേ നഷ്ടപ്പെട്ടു എന്നതിൻ്റെ ഒരു തെളിവ് കണ്ടെത്തേണ്ടതുണ്ട്. ആ തെളിവ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അർജുൻ്റെ വാഹനം, അതോടൊപ്പം തന്നെ അതിനകത്ത് മൃതദേഹമുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാനാകുന്നത്. പൂർണ്ണമായും പുറത്തേക്ക് എത്തിച്ച ശേഷമേ അക്കാര്യത്തിലൊരു സ്ഥിരീകരണം നമുക്ക് ലഭിക്കുകയുള്ളൂ. ക്യാബിനകത്ത് മൃതദേഹമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ മനാഫ് പറയുന്നത്. മനാഫും ജിത്തിനും അടക്കമുള്ളവർ ദിവസങ്ങളോളം ഈ കാര്യത്തിനു വേണ്ടി പിന്നാലെ നടക്കുകയായിരുന്നു. കർണാടക സർക്കാരിനെ കെഞ്ചിയും കരഞ്ഞും ബഹളം വച്ചും ഈ ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. പലതരത്തിലുള്ള തെരച്ചിലുകൾ കണ്ടു. ആദ്യഘട്ടത്തിൽ മുങ്ങൽ വിദഗ്ധരടക്കം വരുന്നത് നമ്മൾ കണ്ടു. കേരളത്തിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധൻ എത്തിയ ശേഷം അത് വിവാദങ്ങളിലേക്ക് നീങ്ങിയത് കണ്ടു. പിന്നീട് കർണാടക സർക്കാർ ഇക്കാര്യത്തിൽ കാണിച്ച മെല്ലെപ്പോക്ക്, കേരളത്തിൻ്റെ ആവർത്തിച്ചുള്ള ഇടപെടൽ, എം പിയുടെയും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെയും മന്ത്രിമാരുടെയും അടക്കം പ്രതികരണങ്ങൾ, ഇടപെടലുകൾ, സമ്മർദ്ദങ്ങൾ, അതിൻ്റെ ഫലമായി വീണ്ടും തിരച്ചിലേക്ക് എത്തിയത്. അപ്പോഴും തിരച്ചിലിൽ കാണിക്കുന്ന മെല്ലെപ്പോക്ക്, ഇതൊക്കെ വലിയ ചർച്ചയായിരുന്നതാണ്. ഒടുവിൽ കർണാടക സർക്കാർ തന്നെ അർജുൻ്റെ വാഹനം കണ്ടെത്തേണ്ടതുണ്ട് എന്ന് നഷ്ടപ്പെട്ടവർക്ക് അനുകൂലമായ ഒരു ഉത്തരവ് വരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കർണാടക സർക്കാരിന് തിരച്ചിലിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ തിരച്ചിൽ തുടങ്ങുമ്പോഴും പലപ്പോഴും സമയം എടുത്ത് കുറേ വൈകിയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള പരാതി മനാഫ് അടക്കമുള്ളവർ പറയുന്നുണ്ടായിരുന്നു. ഇന്നലെ പോലും ആ പരാതി അവർ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പോലും ആ പരാതി അവർ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ ഇപ്പോൾ അവർ നേരത്തെ പറഞ്ഞെടുത്ത് ഇതേ സ്ഥലത്ത് തിരച്ചിൽ നടത്താൻ ഞങ്ങൾ പലതവണ പറഞ്ഞതാണല്ലോ എന്ന് മനാഫ് പറഞ്ഞിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് ആ വാഹനം കണ്ടെത്തിയിരിക്കുന്നത്. മനാഫിന്റെ പ്രതികരണം ഒന്നുകൂടി കാണാം പ്രേക്ഷകർക്ക്. ഞാൻ അപ്പോഴേ പറഞ്ഞു, ലോറിക്ക് അധികം പരിക്കുണ്ടാവില്ല, ക്യാബിന് അധികം പരിക്കുണ്ട്, ചിന്നിച്ചിതറൂല. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഓന ആ ക്യാബിൻ്റെ ഉള്ളിലുണ്ടാവും. ഞാൻ പറഞ്ഞതാ, ശരിയായില്ലേ? ഉറപ്പായിട്ടും ഓനെയും കൊണ്ടിട്ട് നമ്മൾ പോവുള്ളൂ. ആ ഒരു ഉറപ്പാണ് കുടുംബത്തിന് നൽകിയിരുന്നത്. അതെ, അർജുൻ്റെ അമ്മയ്ക്ക് നൽകിയ ഉറപ്പ് പാലിച്ചു. ഞാൻ അവിടെ എത്തിക്കൂ. കഴിഞ്ഞ 2 മാസം വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നു. തീർച്ചയായിട്ടും. കാരണം ഈ തെരച്ചിൽ വീണ്ടും വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല. ഒരു സാധാരണക്കാരനെ കൊണ്ട് എത്ര കഴിയും അതിൻ്റെ പരമാവധി നമ്മൾ ചെയ്തു. ഒരു ഡ്രൈവറെ കണ്ടെത്തുന്നതിന് എന്തിനു നിങ്ങൾ ഇത്രയേറെ മുന്നോട്ട് ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തണം എന്നുള്ള ചോദ്യങ്ങൾ പോലും പലവട്ടം നേരിടേണ്ടി വന്നു. സോഷ്യൽ മീഡിയയിൽ തെറ്റായ പ്രചാരണങ്ങൾ നടന്നു. പക്ഷെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഘട്ടത്തിലെത്തിയിരിക്കുന്നത്. അതെ, തോൽക്കാനുള്ള മനസ്സില്ല. എന്തായാലും ഓനെയും കൊണ്ട് പോവുള്ളൂ. അത് ഞാൻ പറഞ്ഞതേനും ആ വാക്ക് അമ്മക്ക് പാലിച്ചു കൊടുത്തു. അർജുൻ നമുക്കൊരു നഷ്ടം തന്നെയാണ്. പക്ഷേ നമ്മൾ കൊടുക്കുന്നൊരു സന്ദേശമുണ്ട്. ഒരാള് ഉറച്ചൊരു കാര്യത്തിന് ഇറങ്ങിയാൽ അത് സാധിക്കും. അതിൻ്റെ കൂടെ ആരുണ്ടായാലും ഇല്ലെങ്കിലും അത് സാധിക്കും. അത്ര ധൈര്യത്തിൽ നിന്ന, ആത്മവിശ്വാസത്തിൽ നിന്ന സാധിക്കും. ഒരു ഡ്രൈവർ എന്നതിനപ്പുറത്ത് തൻ്റെ ഒരു സുഹൃത്ത് കൂടിയായിരുന്നു അർജുൻ എന്നുള്ളതാണ് മനാഫിനെ ഇത്രയേറെ കഴിഞ്ഞ 70 ദിവസമായി ഈ ഗംഗാവലി പുഴയുടെ തീരത്ത് അർജുനെ തേടി മുട്ടാത്ത വാതിലുകളില്ല എല്ലാ സ്ഥലങ്ങളിലും. കാരണം പലവട്ടം ഈ ദൗത്യം അവസാനിപ്പിച്ച് മടങ്ങുമ്പോഴും പിന്നീട് ഒരിക്കലും ഇത് തുടങ്ങില്ല എന്ന് കരുതിയപ്പോൾ പോലും വീണ്ടും വീണ്ടും പല സ്ഥലങ്ങൾ MLA, ജില്ലാ ഭരണകൂടം, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെ കണ്ടതിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു ഡ്രഡ്ജർ എത്തിച്ചുള്ള തെരച്ചിലേക്ക് എത്താൻ കഴിഞ്ഞത്. അതിനൊരു ഫലം ലഭിച്ചിരിക്കുന്നു. അർജുന്റെ അമ്മയ്ക്ക് കൊടുത്തിരുന്ന വാക്ക് പാലിക്കാൻ കഴിഞ്ഞു. അർജുനെ കൊണ്ട് ഞാൻ തിരികെ നാട്ടിലേക്ക് വരൂ എന്നുള്ള ആ ഉറപ്പ്